അങ്ങനെ ഞങ്ങളുടെ തമിഴ്നാട്ടിൽ പോയിട്ട് സാരി പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടില്ല. പോണ വഴിയിൽ കേക്കും ബിസ്ക്കറ്റൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ, വിശന്നിട്ടേ. പിന്നെ നമ്മൾ കയ്യിൽ കൂടുതൽ എടുക്കാൻ ശ്രമിച്ചത് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഫുഡൊക്കെ തന്നെയായിരുന്നു. ഇപ്പം ഞങ്ങൾ ഈറോഡാണ്, ബാക്കിയൊക്കെ ഇത് കണ്ടോളൂ കേട്ടോ. റേറ്റ് എങ്ങനെയാ? ഈ 700 എന്ന് കേട്ടപ്പോൾ തന്നെ മുഖം ഒന്നും കൂടെ പോയത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ 700 രൂപയാണ് അവർ തന്നെ കൊടുക്കുന്ന പ്രൈസ്. നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നമ്മളവിടെ പോയി 700 രൂപയ്ക്കൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് തരുമ്പോൾ എത്ര അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈശ്വര എങ്ങനെ എത്ര രൂപയ്ക്ക് ഇപ്പോൾ തരാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഓർത്തു കുഴപ്പമില്ല, നമുക്ക് എത്രയായാലും റേറ്റിനേക്കാളും നമുക്ക് ക്വാളിറ്റിയിലാണല്ലോ നമുക്ക് ഒരു കോംപ്രമൈസ് ഇല്ലാതെ പോകേണ്ടത്. അപ്പോൾ അധികവും ഞാനൊരു ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ട് തന്നെയാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുള്ളത്. പിന്നെ ഈ ഒരു ഗ്രീൻ സാരി എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിന് 500 രൂപയുള്ളൂ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ തന്നെ. പക്ഷെ ഞാൻ എടുത്തില്ല, കാരണം പ്ലെയിൻ സാരി അല്ലേ, എത്ര പേർക്ക് ഇഷ്ടമാവുന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് ഈ ചെട്ടിനാട് ചെക്ക് കോട്ടൺ സാരീസ് തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ കളേഴ്സും വെറൈറ്റി കളേഴ്സൊക്കെ ആയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തവണ കുറച്ചധികം ചെട്ടിനാട് കോട്ടൺ സാരീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചിറ്റയുടെ മുഖം ആ ഭാവം മാറിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേറൊരു ഷോപ്പിൽ പോയപ്പോൾ ഈ സാരിക്ക് വേറെ റേറ്റാണ് പറഞ്ഞത്, ഇവിടെ എത്തിയപ്പോൾ വേറെ റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് ഷോപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മൾ ഓരോരോ കടകൾ കയറി ഇറങ്ങി ഓരോരോ ഉദാമിലാവും കേട്ടോ. ഓരോരോ കടകളൊക്കെ നമുക്ക് കാണാൻ തന്നെ പറ്റില്ല, അപ്പോൾ അറിയാൻ തന്നെ പറ്റില്ല എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ. ഞാൻ ഇതൊക്കെ തൊട്ട് നോക്കി സോഫ്റ്റ് ആണോ, അത്രയും സോഫ്റ്റ് അല്ലേ, ഉടുക്കാനൊക്കെ എങ്ങനെ ഉണ്ടാവും. കാരണം നമ്മുടെ അടുത്തുനിന്ന് കുറേ ടീച്ചേഴ്സ് നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്, അവർക്ക് ഡെയിലി ഇപ്പോൾ ഓഫീസ് വെയറൊക്കെ ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പാകത്തിനൊക്കെ. കാരണം അഫോർഡബിൾ പ്രൈസേ പാടുള്ളൂ എന്നുള്ള രീതിയിൽ. കാരണം ഭയങ്കര കോസ്റ്റ്ലിയൊക്കെ ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ കല്യാണങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ചെട്ടിനാട് കോട്ടനാണ്, അത് നിങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ചെട്ടിനാട് പോയാൽ തന്നെ ഇതിന് നല്ല റേറ്റാണ് കേട്ടോ, 1000 സംതിങ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആ റേറ്റിനൊന്നല്ല കൊടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ എന്തായാലും വാട്സപ്പ് നമ്പർ കൊടുക്കാം നിങ്ങൾക്ക്. ഇതിൽ ഞാൻ ഈ കാണിക്കുന്നതിൽ ഏതൊക്കെ സാരി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഞാനിപ്പോൾ പ്രൈസും ഡീറ്റെയിൽസൊക്കെ പറയാം കേട്ടോ. നല്ല പ്യുവറായിട്ട് കോട്ടൺ തന്നെയാണ്. നമ്മൾ ഉടുത്താലും ഇങ്ങനെ ഉടുത്ത പോലെ ഉണ്ടാവും കേട്ടോ. ആ താഴെ ആ ഒരു കസവൊക്കെ വന്നിട്ടില്ലേ, അതൊക്കെ എന്തൊരു ഭംഗി അറിയോ കാണാൻ. നമ്മളിത് ഉടുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല രസമാണ് കാണാൻ. പല കളേഴ്സും ഉണ്ട് കേട്ടോ അതിൻ്റെ, വെറൈറ്റി ഗ്രീന്, അതുപോലെ റെഡ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഓറഞ്ചിന് ഒരു കളറില്ല, ഒരു സുഖമില്ലാത്തൊരു ഓറഞ്ചായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അയ്യോ അത് വേണ്ട എന്ന് പറയുമായിരുന്നു കേട്ടോ. താഴെ കസവ്, കുഞ്ഞി കസവാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്കിപ്പോൾ ജോലിക്കൊക്കെ പോണ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ കുട്ടി ടീച്ചേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് കുറേ അങ്ങനത്തെ ടീച്ചേഴ്സ് കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഓഡിയൻസിനും കൂടെ വേണ്ടിയിട്ടുള്ളതും കൂടെ പർച്ചേസ് ചെയ്യാനും കൂടിയാണ് ഇത്തവണ പോയത്. ഓണത്തിൻ്റെ കളക്ഷൻസ് മാത്രം നോക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലായിരുന്നു കേട്ടോ. ഓരോരോ കടകളിൽ കയറി ഇറങ്ങി ഒരു വിധാവും. നമ്മൾക്ക് ദിവസം നമുക്ക് അവിടെ തികയില്ല, അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു മഞ്ഞയും പച്ചയാണേ. അയ്യോ എനിക്കിത് എന്ത് ഇഷ്ടമായി അറിയോ. ഞാൻ എന്നിട്ട് അയ്യോ ഇതാരും ചോദിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും എനിക്ക് എടുക്കണം എന്നുള്ള രീതിയിൽ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നിട്ട് അവരോട് പറയാം, ചേച്ചി കുറച്ച് റേറ്റ് കുറച്ച് തരുമോ എന്നൊക്കെ. പിന്നെ അത് ഈ വയലറ്റ് നല്ല ഭംഗിയിലേ കാണാൻ. പക്ഷെ ഞാനത് എടുത്തില്ല. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അയ്യോ ഞാനതെന്താ എടുക്കാണ്ടിരുന്നത് എന്ന്. പിന്നെ ഇവിടെയൊക്കെ ഹോൾസെയിൽ പർച്ചേസിങ് ആണ്. നമ്മളൊരു ഫിക്സഡ് ഒരു എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ടിനുള്ളിൽ നമ്മൾ പർച്ചേസ് ചെയ്യണം, എന്നാലേ നമുക്ക് കുറച്ചെങ്കിലും റേറ്റ് കുറച്ചിട്ട് കിട്ടുള്ളൂ. അങ്ങനെ 1 ഗ്രാം ഗോൾഡ് സാരിയും അങ്ങനെ കുറേ സാരികൾ ഒരു ഡെയിലി വെയേഴ്സാണ് ഇവിടെ കൂടുതലും. സുങ്കുടി കോട്ടനൊക്കെ ഉണ്ട് കേട്ടോ. സുങ്കുടി കോട്ടനൊക്കെ എനിക്ക് തോന്നുന്നു 1100 രൂപയോ അങ്ങനെയൊക്കെ ഇങ്ങാണ്ടൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അതിന് അത്രയും ക്വാളിറ്റി കുറവാണ്. നമ്മളെ നാട്ടിലൊക്കെ പോലെ തന്നെ ഇപ്പോൾ അവരും എല്ലാം പഠിച്ചിട്ടുണ്ട്. കാരണം അത്യാവശ്യം റേറ്റൊക്കെ ഇടാൻ അവരും എല്ലാം പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈറോഡ് വന്നിട്ട് നമ്മൾ ഫസ്റ്റത്തെ കടയായിരുന്നു ഈ ഒരു ഷോപ്പ്. ഇവിടെ കയറിയിട്ട് നമ്മളെല്ലാം പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മളിവിടുന്ന് അടുത്ത കടയിലേക്ക് എവിടെ പോകുന്ന ആലോചിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും അടുത്ത കട. അവിടെ എന്തെങ്കിലും വെറൈറ്റി, ഈ ഓപ്പോസിറ്റ് കടയുടേനേക്കാളിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ആയിരിക്കും അവർ തൂക്കിയിട്ടിട്ടുണ്ടാവുക, ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടാവുക. അത് കണ്ടിട്ട് വേണം നമ്മൾ കയറാൻ. അതിൻ്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അപ്പുറത്തെ തൊട്ടടുത്ത കട എന്ന് വെച്ചാൽ ഈ കടയിൽ ഇല്ലാത്ത സാധനമായിരിക്കും അവിടെ. ഭയങ്കര കോമ്പറ്റീഷനാണ്
കോമ്പറ്റീഷൻ ആട്ടോ ഇവിടെയൊക്കെ സാരി കാര്യങ്ങൾക്ക് ഡ്രസ്സ് മെറ്റീരിയൽസൊക്കെ. അപ്പോൾ എനിക്ക് കണ്ടുകഴിയുമ്പോൾ തന്നെ അയ്യോ അത്രയ്ക്ക് എന്താ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ അക്ക എന്നെ നോക്കി നിൽക്കുമായിരുന്നു, ഞാനത് കണ്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് ഈ അക്ക വീഡിയോയിലേക്ക് നോക്കുന്നുണ്ട്, എന്നെ നോക്കി നിൽക്കേണ്ടതൊക്കെ ഉള്ള കാര്യം. അപ്പോൾ അതിനുശേഷം ഞങ്ങളിതാ നേരെ ഇതാണ് ആ ഒരു സ്ട്രീറ്റ് കേട്ടോ. ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ രസമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഒക്കെ ഹോൾസെയിലാണ്, നിങ്ങൾക്ക് റീറ്റെയിലായിട്ട് ഒന്നും കിട്ടുമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കോലം ഒക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചിറ്റേനെ അന്വേഷിക്കായിരുന്നേ, ചിറ്റത് എവിടെ പോയി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ചിറ്റയ്ക്ക് തല കറങ്ങണ പോലെ ഇങ്ങനെ തോന്നിയപ്പോഴേ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കടയിൽ ചിറ്റയുടെ മോൾക്ക് എന്തോ സാധനം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും കളിച്ചൊക്കെ നിന്ന് സമയം പോയത് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അധികം ഷോപ്പൊന്നും ഓപ്പൺ അല്ലായിരുന്നു ഇതിനും കേട്ടോ. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് റോയൽ ഉടുപ്പി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അവിടുത്തെ ഫുഡ് എനിക്ക് പേഴ്സണലി എനിക്ക് അവിടുത്തെ മീൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു സ്പെഷ്യൽ മീൽസ് എന്നുള്ള രീതിയിൽ മിനി മീൽസ്, നമുക്ക് ബിരിയാണി റൈസ്, കേർഡ് റൈസ്, സാമ്പാർ സാദം, അങ്ങനത്തെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഇങ്ങനത്തെ കള്ളികളിലാക്കിയിട്ട് അവരുടെ ഉപ്പേരിയും പിന്നെ അതുപോലെ തന്നെ പാനിപൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തിയുള്ള കടയിൽ നിന്ന് ഒരു പാനിപൂരി കഴിക്കണം തമിഴ്നാട്ടിൽ എത്തിയിട്ടെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കേസരിയൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ആ ഒരു മിനി മീൽസ് വന്നിട്ടുള്ളത്. അത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ്, രണ്ടാൾക്ക് ഓരോന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ മീൽസ് എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടുത്തെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പച്ചരി ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പൊന്നിയരി അങ്ങനത്തെ അരികളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പെട്ടെന്ന് ദഹിക്കുന്നതായതുകൊണ്ട് എനിക്ക് പച്ചരിയാണ് കൂടുതൽ ഇഷ്ടം, വൈറ്റ് റൈസ്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2 ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു, സ്കൂപ്പായിട്ടുള്ള ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നൊരു ബ്ലാക്ക് കറണ്ടും ഒന്നൊരു വാനിലയായിരുന്നു കേട്ടോ. ബ്ലാക്ക് കറണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ഞങ്ങൾ എന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കോയമ്പത്തൂർ തന്നെയുള്ള ഒരു ഫാക്ടറി, ഒരു ഇയറിങ്സ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് പണ്ടൊരു കൊളാബൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. കമ്മലൊക്കെ ഞാൻ അവിടുന്ന് കുറേ ആ ഷോപ്പിൽ നിന്ന് തന്നെയാണ് കമ്മലൊക്കെ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അഫോർഡബിൾ പ്രൈസിന് 30 രൂപ 20 രൂപയ്ക്കൊക്കെ കമ്മലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവരും പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരെ മീൻസ് നമ്മൾ പുറത്തുള്ള ആൾക്കാരൊക്കെയും പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡ് സൈഡിനൊക്കെ കാണാറില്ലേ കമ്മലൊക്കെ ഇങ്ങനെ കുറേ തൂക്കിയിട്ട് നമ്മൾ ഒരു ഇങ്ങനെ കറക്കണ ഒരു സാധനത്തെ നമ്മൾ പൂരത്തിനൊക്കെ കാണാറില്ലേ, അതിനൊക്കെ ഇവിടെ 40 രൂപ 80 രൂപയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ നാട്ടിലെന്താന്ന് അപ്പം നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങിയപ്പോരല്ലേ, അതൊക്കെ പോട്ടെ. അതിന് ശേഷം ഞങ്ങൾ ആശിച്ച് ഈ കടയിലേക്ക് വന്നതാണ് കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, അപ്പോഴത്തേക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമാണെന്ന് കേട്ടോ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒളിഞ്ഞും പറഞ്ഞു കുറേ കിടന്നും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇവരിന് എങ്ങാനും ലോക്കായി പോയിട്ട് ഇവർ അതിൻ്റെ അകത്തുണ്ടോ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഷട്ടർ പൊന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ പകുതി ഷട്ടറായിട്ട് നമ്മൾ നാട്ടിൽ അങ്ങനെയൊക്കെ ഊണ് കഴിക്കാനൊക്കെ പോകുമ്പോൾ പകുതി ഷട്ടറിലൊക്കെ പോകാറില്ലേ. അപ്പോൾ ഞാനത് അയച്ചെന്നിട്ട് ഞാൻ അവരെ ഫോൺ ചെയ്ത് നോക്കിയപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ നല്ല രസമുള്ള കുട്ടി കുട്ടി കീ ചെയിൻസും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല റേറ്റ് കുറവിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുഞ്ഞാവയ്ക്കും മാളുവിനൊക്കെ വാങ്ങിക്കാമല്ലോ എന്നൊക്കെ ഓർത്തു ഞാൻ അങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ ഈ ഇവിടെ നിൽക്കണതിൻ്റെ എവിടെയാണെന്ന് പറയും, കോയമ്പത്തൂർ എത്തിയിട്ടോ ഞങ്ങളിപ്പോൾ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോത്തീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇങ്ങനെ കുറേ ഒരു തെരുവ് മാർക്കറ്റ് പോലെ. കുറേ പേർക്ക് അറിയുണ്ടാവും, ഉക്കടം മാർക്കറ്റില്ലേ, ഒപ്പളങ്കര സ്ട്രീറ്റില്ലേ, അവിടെയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിറച്ച് ചെരുപ്പുകളൊക്കെയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അത് എനിക്ക് തോന്നുന്നു ഈ 150 രൂപയ്ക്ക് കിട്ടുന്ന ഡ്രസ്സ് തന്നെ ഇപ്പോൾ യൂസ് ചെയ്ത് ഇവർ ഡ്രൈ ക്ലീൻ ചെയ്ത് വിൽക്കണതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൽ നമ്മളുടെ സൈസിനുള്ളതൊന്നുമില്ല. പിന്നെ അങ്ങനത്തെ ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ. കാരണം എങ്ങാനും ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് അത്രയും അങ്ങനത്തെ ഒരു സംഭവമാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ അല്ലേ ഡെയിലി വെയർ ഒക്കെ ആയിട്ടുള്ളതൊക്കെ കുറേ ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ സ്ട്രീറ്റിൽ തന്നെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയ്യും പിടിച്ച് നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ഈ സൈഡിലേക്ക് ഭയങ്കര തണലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തീസ് ഉള്ളതുകൊണ്ട് ഈ ഒരു സൈഡിലേക്ക് ഭയങ്കര തണലായിരുന്നു കേട്ടോ. പിന്നെ ഈ 10 രൂപയുടെ കടയിൽ കയറി കഴിഞ്ഞാൽ ഒരു പെർഫ്യൂം പോലത്തെ ഒരു സാധനം കിട്ടും. അത് ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. പെർഫ്യൂമല്ല, ഒരു ചന്ദനം പോലത്തെ ഒരു പൊടി. ആ പൊടി പണ്ട് മുത്തശ്ശൻ്റെ കയ്യിൽ, നീലേശ്വരത്തെ മുത്തശ്ശൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് എപ്പോഴും വരുന്ന സമയത്തൊക്കെ അത് സ്റ്റോക്ക് ചെയ്ത് വെക്കും. മുത്തശ്ശനോട് ചോദിച്ചിട്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്യും. നല്ല രസമാണ്. അത് ഇത്തിരി വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മൾ മേത്ത് എവിടെയെങ്കിലുമൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിലൊക്കെ ഉള്ളൊരു സ്മെല്ല്, നമ്മൾ ഈ ധൂപത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ലില്ലേ, അങ്ങനത്തെയൊക്കെ സ്മെല്ലാട്ടോ. ദീപാരാധനയുടെ സമയത്തൊക്കെ ഉണ്ടാവുന്ന അതേ ഒരു വാസനയായിരിക്കും. നമ്മൾ മൊത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇത്തവണ കുറേ കണ്ടിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഞാൻ റിബൺ വാങ്ങിക്കണമെന്ന് ആലോചിച്ചു ആദ്യം, മുടിയൊക്കെ ഇങ്ങനെ പിന്നി കെട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ നാട്ടിൽ റിബൺ ഇപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ എവിടെ എന്താണെന്നുള്ളതൊന്നും സാധാരണ ഫാൻസി കടയിൽ ഉണ്ടാവില്ലേ. പിന്നെ അതേപോലെ തന്നെ ക്ലിപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ നോക്കി. പിന്നെ ഞാനിത് എങ്ങടെ ഓർഡറെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ അതിന് പോയി പൈസ ചോദിക്കണം, ഇതിന് എത്രയാ, അതിന് ക്വാളിറ്റിയൊക്കെ പോയി നോക്കണം. അതിപ്പോൾ ആര് കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോവുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവർ വീഡിയോ എടുക്കൊണ്ട് ഇവർ എന്നെ കണ്ടു, എന്നിട്ട് ചിറ്റ അടുത്തേക്ക് വരിക ചെയ്തത്. ആ ഒരു ഭരണിയില്ലേ, ആ ഒരു വൈറ്റിൽ റെഡ് ഹാർട്ട് വരുന്ന ആ ഒരു ഭരണിക്ക് 300 രൂപ അത്ര. എടുക്കമ്മ, അഡ്ജസ്റ്റ് പെണ്ണുങ്ങളാ, എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ ഞാൻ ഇതൊക്കെ കെട്ടിച്ചുറ്റി ഇനി അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ ഓർത്ത് ഞാൻ അതൊന്നും വാങ്ങിച്ചതും ഉണ്ടായിരുന്നില്ലേ. കമ്മലിൻ്റെ റേറ്റ് കണ്ടപ്പോഴേ, കമ്മലൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ, ചിലതൊക്കെ രസമുണ്ട് കാണാൻ. പക്ഷേ 60 രൂപ 80 രൂപയൊക്കെയാണ്. അതിപ്പോൾ നമ്മുടെ നാട്ടിലും കിട്ടില്ലേ, പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് കൊണ്ടുപോകണമെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഞാൻ എന്തിനാ അപ്പോൾ ഇത്ര റേറ്റൊക്കെ കൊടുത്ത് കമ്മൽ വാങ്ങിക്കണം എന്നൊരു സംഭവം തോന്നി. അങ്ങനെയല്ല, ഭംഗിയുള്ള നമ്മൾ എവിടെയും കാണാത്തതുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കായിരുന്നു. ഇത് ഫുൾ ജുംക്കകൾ മാത്രം. എനിക്കാണെങ്കിൽ ഈ ജുംക്ക കണ്ടും ഇട്ടിട്ടും മടുത്തു ഇപ്പോൾ സത്യം പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയപ്പോൾ അങ്ങനെയൊന്നും കണ്ടൊന്നുമില്ല പ്രത്യേകിച്ചൊന്നും. ഈ വാച്ചൊക്കെ ഇല്ലേ, ഇതൊരു സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു ഏരിയയാണ് കേട്ടോ. ഈ വാച്ചിനൊക്കെ 250 രൂപ അത്രയൊക്കെയുള്ളൂ റേറ്റ് കേട്ടോ. നമ്മളൊരു ബോംബെയിലൊക്കെ ഉള്ളൊരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ കയറിപ്പോവില്ലേ, ആ ഒരു ഫീലൊക്കെ തന്നെയുള്ളൂ ഇവിടെ. പക്ഷേ കുറേയധികം വളകളും കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ, കുറേ വള മാല അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ. പിന്നെ ആലോചിക്കും, ഇപ്പോൾ മാളൂര് കുഞ്ഞാവയ്ക്കൊക്കെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ, ഇപ്പോൾ ഞാൻ നോർമലി ഗുരുവായൂർ പോണ സമയത്ത് ഞാൻ എപ്പോഴും അവിടെ നിന്ന് വാങ്ങിക്കും കേട്ടോ അവർക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ ചിറ്റയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എല്ലായിടത്തും നമ്മളിങ്ങനെ പോയിട്ട് ഇതിങ്ങനെ വാങ്ങിക്കുമ്പോഴൊന്നും അത് വീട്ടിലിങ്ങനെ സാധനങ്ങളൊക്കെ കുന്നുകൂടി കിടക്കുകയാണെന്നുള്ള രീതിയിൽ വെറുതെ പൈസ കളയണമെന്നുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ വാങ്ങിക്കാമല്ലോ എന്ന്. പക്ഷെ നല്ലതായിട്ടൊന്നും തോന്നിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ടില്ല. പിന്നെ ഇത്രയും വന്നതല്ലേ എന്ന് വെച്ചിട്ട് പോത്തീസ് കയറിയിട്ട് 2 ടോപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എവിടെയാണ് പാർക്ക് ചെയ്തത്, ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. നമുക്ക് എൻട്രൻസ് വഴി കയറിയിട്ട് നമുക്ക് ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് മൊത്തം കറങ്ങാം. എന്നിട്ട് കറങ്ങിയതിന് ശേഷം നമുക്ക് പാർക്കിങ്ങിലേക്ക് വരാം. എന്നിട്ട് പാർക്കിംഗ് ഫീസ് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ആ 100 രൂപ ഡിഡക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും അവിടുന്ന് പർച്ചേസ് ചെയ്യണം. അപ്പോൾ അവർ 100 രൂപ കുറച്ച് തരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുത്ത സ്ട്രീറ്റിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ 350 രൂപയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ടോപ്പുകളും നൈറ്റുകളും ഒക്കെയാണ്. നൈറ്റിയൊക്കെ 250 രൂപ. പക്ഷേ എനിക്ക് തോന്നുന്നു വലിയ വണ്ണുള്ള നൈറ്റി ഇല്ലേ, വലിയ നൈറ്റി അതൊന്നുമില്ല. സാധാരണ ഒരു M അങ്ങനത്തെ സൈസിലൊക്കെ ഉള്ള നൈറ്റികളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു പട്ടിയോടെ കിടക്കണ്ടായിരുന്നു. അത് ഞാൻ ചിറ്റടുത്ത് പറയാം, ചിറ്റ അതെങ്ങാനും എടുത്ത് കടിച്ചാണ്ടല്ലോ എന്ന് അറിയായിരുന്നു. കാരണം നമ്മൾ അറിയണില്ലേ, നമ്മൾ സ്ട്രീറ്റിലൂടെ അങ്ങനെ നടക്കുക, ഈ സാധനങ്ങൾ എടുത്തിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണില്ലല്ലോ, താഴെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ വളകളൊക്കെ 100 രൂപ, പിന്നെ 400 രൂപ 4 സെറ്റ് വളകൾ, നല്ല ഭംഗിയുള്ള മറ്റേ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള വളകളൊക്കെയാണെന്നുണ്ടെങ്കിൽ 4 രൂപ. പിന്നെ മുത്തശ്ശന് സ്പീക്കർ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ കടകളധികം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ വലിയ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സൊന്നും അല്ല ഉള്ളത്. പിന്നെ ഈ കുട്ടി കുട്ടി ടീച്ചേഴ്സല്ല ടീഷർട്ടുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഡെയിലി വെയർ നോക്കാൻ വേണ്ടി നമ്മൾ ഈ തൂക്കി വിൽപ്പനയുടെ മാർക്കറ്റില്ലേ, നമ്മൾ പോരുന്ന വഴിക്ക് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കുറേ കാണും തൂക്കി വിൽപ്പന എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാൻറ്റിന് 140 രൂപയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ലാഭം. നമ്മളിപ്പോൾ നമ്മളുടെ നാട്ടിൽ ഡെയിലി വെയേഴ്സൊക്കെ 100 രൂപയ്ക്ക് 140-നൊക്കെ ഈ ഒരു പാലാസോ പാൻറ്റും 3/4 ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ക്വാളിറ്റി ഉണ്ട്. പിന്നെ അപ്പം നമുക്ക് നമ്മളുടെ നാട്ടിൽ നിന്ന് എടുക്കണ തന്നെയല്ലേ നല്ലതെന്ന് ഓർത്തു. പിന്നെ അതുപോലെ തൂക്കി വിൽപ്പന എന്ന് പറഞ്ഞിട്ട് ഇവർ കുറേ അധികം റെഡിമെയ്ഡ് ഡ്രസ്സുകളാണ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുന്നത്. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പറ്റിക്കപ്പെട്ട പോലെ നിങ്ങളും പറ്റിക്കപ്പെടും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൂക്കി വിൽപ്പന എന്ന് കണ്ടിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുക. പക്ഷെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൂക്കി വിൽപ്പനയുടെ സാധനങ്ങൾ ആകെ ഇത്രയേ ഉണ്ടാവുള്ളൂ. ബാക്കി മൊത്തം അവർ ഒരു പ്രൈസ് ടാഗ് ഇട്ടിട്ടുള്ള റേറ്റ് ഇട്ടിട്ടുള്ള സാധനങ്ങളായിരിക്കും. നൈറ്റി ആണെങ്കിലും ഫ്രോക്ക് ആണെങ്കിലും എന്തും, അതൊന്നും തൂക്കി വിൽപ്പനയിലില്ല. ആകെ അത് വേണമെന്നുള്ളതല്ല, പക്ഷെ തൂക്കി വിൽപ്പനയുടെ സാധനങ്ങൾ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ടീഷർട്ടും പാൻറ്റും ഒക്കെ. അങ്ങനെ കുതിരാൻ വഴി നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.